സറണ്ടർ ആക്കാൻ പോവാന്ന് പറയുന്നു. ഞാൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ 2-3 സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്നിനും ശരിക്കുള്ള തെളിവില്ല. ഇപ്പൊ ഞാൻ കീഴടങ്ങിയ അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതൊന്നും വേണ്ട, നിങ്ങൾ അല്ല അനിയ, ഈ ജീവൻ നീ തന്നതാ. ജീവൻ ഉള്ളതുവരെ ഞാൻ നിന്റെ ഒപ്പം നിൽക്കും. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുത്തേക്കാം. പുലി, നേരം വെളുത്തോടനെ ഈ കാലി ഷെഡിൽ വന്ന് നിൽക്കുകയാണല്ലേ. വളരെ സങ്കടം തോന്നുന്നു പുലി. ഈ കുത്ത് കിട്ടിയതാ ബാക്കിയുള്ളത്. ഓരോന്നായിട്ടും നടന്നുകൊണ്ടിരിക്കില്ല സേവിയറെ. തീർച്ചയായും നമ്മളയച്ച തെളിവുകൾ അത് ശരിയായ വാതിൽക്കലേ മുട്ടു. ഒരു ഉദ്യോഗസ്ഥൻ വരും സേവിയറെ. എൻ്റെ ചങ്കിൻ്റെ ചങ്ക്, എൻ്റെ ദൈവമേ. സമരം ചെയ്തത് ഒരാൾ, പോസ്റ്റർ അടിക്കുന്നത് മറ്റൊരാൾ. ഇതുപോലത്തെ വൃത്തികിടക്കം നമ്മുടെ നാട്ടിൽ മാത്രം നടക്കൂ. പല്ല് തേക്കുന്നോ ഇല്ലയോ, വെളിച്ചായാൽ മതി, വെള്ളോടപ്പെട്ട് വന്നോളും. ഒന്നും കിട്ടില്ല. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടേ 6 കൊല്ലായി. എന്തു പറഞ്ഞാലും പല്ലിടിച്ചോടെ നിന്നോളും. വാ ചേട്ടാ, സുഖാണോ? ആ, എനിക്ക് സുഖാണ്. ഇതെന്താ പുതിയ മോഡലാണോ? അതെ, ഇന്നലെ വാങ്ങിച്ചതാ. എന്താ എന്ന് വാങ്ങിയില്ലേ? കട തുറക്ക ഇനി സമയമായില്ലല്ലോ. എല്ലാരും കൂടി ഒന്ന് ചേർന്ന് പോയി കടയിൽ തന്നെ കടന്നൂടെ? എവിടെ ഇവിടെ ഒരുത്തി ഉണ്ടാവുമല്ലോ. കാഫി കുടിക്കുന്നേ. കൂട്ടാന്റെ കാര്യമൊക്കെ നോക്കിയോ. ആ ശരി. ഇതാണ്ടല്ലോ. വാടാ രാമാ, എന്താ പ്രത്യേകിച്ച് ഈ വഴിക്കൊക്കെ? എങ്ങനെ ചോദിക്കാതിരിക്കുക? നടക്കാൻ തുടങ്ങിയിട്ടേ 6 മാസങ്ങളായി. എന്താ അമ്മായി, പെണ്ണ് കൊടുത്തിട്ട് സ്വർണ്ണം പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായല്ലോ. എനിക്ക് തരേണ്ട 15 പവൻ തന്നു കഴിഞ്ഞാലേ ഞാൻ ഇലക്കട ഡെവലപ്പ് ചെയ്യില്ലേ? അതൊക്കെ തരാടാ, പോയിട്ട് അടുത്ത മാസം വാ പോ. എന്താ അമ്മായി, ഇന്നലെ ഒരു വാക്ക് ഇന്നൊരു വാക്കെന്ന് മാറ്റി പറയേയില്ലല്ലേ? എപ്പോഴും ഒരേ വാക്ക് തന്നെയാ അല്ലേ? പറഞ്ഞാ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന പോലെയാണോ പറയാൻ പോകുന്നത്? കക്ഷി, പൊതുജീവിതം, ജനങ്ങളെന്ന് നിന്റെ മാമൻ എല്ലാ സ്വത്തും നശിപ്പിച്ചു കളഞ്ഞു. വിശ്വസിച്ചു. ഭയങ്കര കഷ്ടമാടാ. കേക്കാൻ എനിക്കാണ് കഷ്ടം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ വഴിയില്ല. കടയിൽ നിന്ന് ദോശമാവ് വാങ്ങിയ ദോശ ഉണ്ടാക്കി കഴിച്ചത്. മാഡം, ഈ വാൻകോഴി ഫ്രൈ ചെയ്യണോ അതോ കറി ഞാൻ വെക്കണോ? എന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? കാണാൻ അത്രയേ ഉള്ളൂ, പക്ഷെ നുണയാണെങ്കിലോ എങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതാ വന്നല്ലോ മലവിഴുങ്ങി. എപ്പോ വന്നാലും ബിസിയാണല്ലോ. ഞാൻ ഉണ്ടാക്കിയ മാന അഭിമാനമല്ല ഒറ്റ വാക്കുകൾ നശിപ്പിച്ചു കളഞ്ഞു. പ്രശ്നം തുടങ്ങി. ഇനി വെറുതെ ഇരിക്കില്ല. നമുക്ക് പോയിട്ട് അടുത്ത മാസം വന്നേക്കാം. എന്തൊരു കുടുംബമാണ് ഇത്. അതിനേക്കാളും വലിയ പ്രശ്നമാണല്ലോ. ഇതായി മിസ്റ്റർ ഇലക്കട രാമൻ, യു ആർ അണ്ടർ മൈ കൺട്രോൾ. സാർ, അകത്തൊന്നും കിട്ടില്ല. എന്താ കാര്യം? മിസ്റ്റർ പാണ്ഡിനാർ, വി ആർ ഫ്രം IT. ഫോൺ എടുക്ക. നിങ്ങളുടെ ഫോൺ? യുവർ ഫോൺ? ഇല്ല സാർ. നിങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്യൂ. സർ. നിങ്ങളുടെ 11 സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇറങ്ങിയല്ലേ? നിങ്ങളുടെ ഇലക്കടയിലും ഉണ്ട്. സാർ, ഞാൻ അത്രയ്ക്ക് വറുത്തല്ല സാർ. ഫോൺ എടുക്കൂ. എൻ്റെ അടുത്ത് ഫോണില്ല. അരയിൽ തിരികെ വെച്ചത്. അത് ഓഫായി 6 മാസമായി.
പിന്നെന്തിനാ അത് അമർത്തുന്നത്? തരൂ അങ്ങോട്ട്. എന്റെ സ്വന്തം പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടി ചൂടായ ന്യൂസ് ദാ അലമേലു റെഡിയാ, ലൈവ് ഓൺ ചെയ്യും. ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്യൂ. എല്ലാവർക്കും കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുക. ബാലന്റെ കടയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞാൽ മതി. സാറിന് ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട ടാബ്ലറ്റ് കൊടുത്തേക്ക്. ഉച്ചയ്ക്ക് നാടൻ കോഴി ബിരിയാണിയും പറയും, ചൂടായിട്ട്. ഓക്കെ സാർ. ഇതൊക്കെ ഇപ്പം അടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതെല്ലാം അടിച്ചിനെ നനവ് പോലും ഉണങ്ങിയിട്ടേ ഇല്ല. അതിനുള്ളിലെല്ലാം അടിച്ചു മാറ്റിയില്ലേ പാവികളെ. 100-ന് 500-ന് എത്ര നേരം ATM-ൽ ക്യൂ നിന്നും അറിയോ? ഇതിൽ താഴെ പോയി തന്നിരുന്നെങ്കിൽ ഞാൻ സെറ്റിലായേനെ. 15 പവനല്ലേ ചോദിച്ചേ? അതിന് കാരണം നുണകളെ കളവെടുത്ത് സത്യത്തിന് ജയിക്കാൻ വയ്ക്കും ഒരേ TV, സത്യം TV. വി ഡെലിവറി ട്രൂത്ത് ഡോർ ടു ഡോർ. ക്യാമറാമാൻ തമിഴ് തൊണ്ടിയുടെ കൂടെ ന്യൂസ് റീഡർ ആര്യപദം. ഓക്കെ അലമലു? വാർത്ത എന്താന്ന് വെച്ചാൽ പറയുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ പേര് അവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർ, മിസ്റ്റർ പാണ്ഡ്യനാർ, ഇപ്പം കാര്യങ്ങളൊക്കെ തോണ്ടി പുറത്തെടുക്കും സാർ. കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ സ്വത്ത് വിവരം കൊടുത്തിരിക്കുന്നത് 2,66,70,432 രൂപയാണ്. പക്ഷേ ഇപ്പോൾ അത് 4,000 കോടിയോളം. 3.5 വർഷ കാലയളവിലാണ് ഇത്രയും സമ്പാദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാസശമ്പളം എത്രയാണ്? 32,000 രൂപയും അലൗൺസും. മകൻ എന്താണ് ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? വെളിച്ചെണ്ണ കച്ചവടം. 3.5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത്? ബേക്കറി. ഇപ്പോൾ ബേക്കറിയിൽ പോകുന്നുണ്ടോ? ആ വശത്തേക്ക് പോയിട്ടേ ഇല്ല. നാരായണ സ്കൂൾ, നാരായണ കോളേജ്, നാരായണ ഹോസ്പിറ്റൽ, നാരായണ മോൾ, നാരായണ അപ്പാർട്ട്മെന്റ്, നാരായണ കെമിക്കൽ ഫാക്ടറി, നാരായണ കല്യാണ മണ്ഡപം, നാരായണ തിയേറ്റേഴ്സ്. നാരായണ, ഇതെല്ലാം 3 വർഷം 6 മാസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കോവിൽപ്പട്ടിക്കടുത്തായി നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ 400 ഏക്കർ ഭൂമി. എങ്ങനെ? ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ചോളവന്താനടുത്തുള്ള കയർ ഫാക്ടറി മരുമകളുടെ പേരിൽ. എങ്ങനെ? അവളുടെ പേരിലുണ്ടാ? എല്ലാം ബേക്കറിയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണോ? സാർ, എല്ലാ ചോദ്യങ്ങളും എന്നോട് ചോദിച്ചാൽ എങ്ങനെ? അവനോട് എന്തെങ്കിലും ചോദിക്കും സാറേ. ഷാട്ടാ. ഇതുകൂടാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് 5 പേർക്കും 11 ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട്. ഓരോ അക്കൗണ്ടിലും കോടിക്കണക്കിന് രൂപയുണ്ട്. എവിടുന്ന്? സാർ, സംസാരത്തിനിടയിൽ അവന്മാരുടെ കൂടെ എന്നെയും ചേർത്തല്ലോ. ഞാനൊക്കെ സാധാരണ ജീവിതം ജീവിക്കുന്നവനാ സാർ. മാനസ്തനാ. മിസ്റ്റർ മാനസ്തൻ, പറയൂ സാർ. നിങ്ങളുടെ പേരിൽ ഇന്ദോരം ബാങ്കിൽ 77,66,00,000 രൂപയുണ്ട്. എന്റെ പേരിലോ? IMA ബാങ്കിൽ 20 കോടി രൂപയുടെ ഗോൾഡ് ബിസ്ക്കറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പെറ്റമാൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി തരാൻ വഴിയില്ല, എന്നിട്ടാണോ ഗോൾഡ് ബിസ്ക്കറ്റ്? ഷട്ട് അപ്പ്. സോറി സാർ. പിന്നെ സാർ, മേലൂരിൽ 7 ക്വാറികളുണ്ട് എന്റെ പേരിൽ. കഴിഞ്ഞ വർഷം 2,68,00,000 രൂപ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഞാനോ? ദുബായിൽ കടലിനടിയിൽ 7 ബംഗ്ലാവുണ്ട്. എനിക്കോ? അതെ സാർ, പാസ്പോർട്ടേ ഇല്ല സാർ. അവരെടുത്തിട്ടുണ്ട്. എന്റെ പേരിലോ? അതെ. ഇവന്മാരെയൊക്കെ എടാ ഉണക്കത്തലയാ നിന്നെ. സോറി സാർ. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. തടവച്ചു സാർ. ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന് 6 മാസം മുമ്പ് ഞാൻ പറയാൻ തുടങ്ങിയതാ സാർ. കണ്ടിട്ടേ ഇല്ല സാർ, ഇന്നാണ് കാണുന്നത്. എടാ അളിയോ പോത്തെ, ഇതൊക്കെ കഴിക്കാണോടാ? വിശക്കുന്ന വരിയെ കഴിക്കാൻ പറ്റില്ലോ, അല്ലെങ്കിൽ തൊണ്ടേ കുടുങ്ങിപ്പോയേക്കും. സ്വന്തക്കാരൻ, ജോലിക്കാരൻ, പാചകക്കാരൻ എല്ലാവരുടെ പേരിലും സ്വത്ത് വാങ്ങിയിട്ടേക്കും. ആരുടെ പറയൂല, ഇവരത് അനുഭവിക്കുമില്ല. പിന്നൊരു ദിവസം പെട്ടെന്ന് പോയി ചേർന്നേക്കും. മൊത്തത്തിലെല്ലാം വെറുതെ ആയി പോവും. അത് ഉള്ളപ്പോ തന്നെ എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾക്ക് സന്തോഷിച്ചൂടെ? എടാ, ഒരു മനുഷ്യന് ജീവിക്കാൻ 15 പവൻ തികയില്ലേ സാർ? യുവമാരുടെ അടുത്ത് ഞാൻ ഒന്നും വാങ്ങിയിട്ടേ ഇല്ല സാർ, എന്റെ ഭാര്യ ഒഴിയെ. ഇതാ ഇവിടെ നിൽക്കുന്നില്ലേ, ഇതെനിക്ക് ഒന്നും തരില്ല സാർ. ഇതെന്റെ അമ്മായിയാണ് സാർ, എന്റെ അച്ഛന്റെ കൂടപ്പുറപ്പാണ്. ഇവരൊക്കെ പെട്ടെന്ന് കോടീശ്വരനായപ്പോ ഈ ഇലക്കടക്കാരനെ അടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു സാർ. സാർ,
ഞാൻ വേണമെങ്കിൽ എന്റെ ഭാര്യയെ കൂടെ നമ്മുടെ വിട്ടേക്കാം സാർ. ഇതാ ഇതുപോലത്തെ ഒരു കേടുകെട്ട കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്തേനെ എനിക്ക് വെറുപ്പുണ്ട് സാർ. മിസ്റ്റർ ഇലക്കട രാമൻ, എന്താ ഇപ്പോ? ലോക്ക് ദ ഡോർ. എന്നിട്ട് ഇവിടെ വന്നിരിക്കൂ. കണ്ടുപിടിച്ചു. എന്തൊക്കെ പെർഫോമൻസ് ചെയ്താലും പുറത്തേക്ക് വിടില്ലെന്നാ തോന്നുന്നത്. എന്റെ സ്വന്തം പ്രേക്ഷകരെ, നടന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നുണകളെ കളവെടുത്ത് സത്യത്തിന് ജയിക്കാൻ വയ്ക്കും ഒരേ TV, സത്യം TV. വി ഡെലിവറി ട്രൂത്ത് ഡോർ ടു ഡോർ. ക്യാമറാമാൻ തമിഴ് തൊണ്ടിയുടെ കൂടെ ന്യൂസ് റീഡർ ആര്യപദം. അലമേലു ദൈവമേ, ആരാണ് ഈ അലമേലു? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തണത്? എല്ലാ ഡീറ്റെയിൽസും ഉടൻ തന്നെ സെൻഡ് ചെയ്തേക്കും. അമതൻ കൗണ്ട് ചെയ്തോ? അതിൽ എത്രയുണ്ട്? 300 കോടിയേക്കാൾ കൂടുതലുണ്ട് സാർ. പാണ്ഡ്യനാർ, ഈ നോട്ടൊക്കെ റദ്ദാക്കിയിട്ട് 7 മാസം കഴിഞ്ഞല്ലോ. ഇപ്പോഴെന്തിനാ വെച്ചിരിക്കുന്നത്? പറഞ്ഞാ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന പോലെ പറയാമ്മവ, സാറ് വിശ്വസിച്ചേക്കും. ഇച്ചിരി അടുത്ത് വരുന്നേ. എന്റെ മരുമകളും ഭാര്യയും ദിവസവും ഇത് നോക്കി കരഞ്ഞ് കണ്ണു കലക്കും സാറേ. ഇത് വിശ്വസിക്കും സാർ. യെസ്. നാളെ തൊട്ട് എൻ്റെ അമ്മായിയും അളിയനും കണ്ട് കണ്ട് കരയാൻ വേണ്ടിയേ ഒരു 4-5 കെട്ടി ഇവിടെ വിട്ടിട്ട് പോയിക്കൂടെ സാർ? ഷട്ട് അപ്പ്. സോറി സാർ. പറയൂ പാണ്ഡ്യനാർ, നിങ്ങൾക്ക് എത്ര വെഹിക്കിൾസ് ഉണ്ട്? അതാ വെളിയിൽ നിൽക്കുന്നില്ലേ, അത്രേ ഉള്ളൂ. നോണ പറയല്ലടാ, സാറ് എല്ലാം കണ്ടുപിടിച്ചില്ലേ? എടോ തന്നെയൊക്കെ ചുമ്മാതിരിക്കടോ. എടാ നീ ഒന്ന് വെറുതെ ഇരിക്കടാ, കടകുണാന്ന് പറയലടാ. സാർ, ഫോറിൻ കാറൊക്കെ റൈസ് മിൽ ഗോഡൌണിലുണ്ട് സാറ്. 14 ബൈക്ക്, 2 ടാറ്റ ഏസ്, 6 ഇന്ത്യൻ കാർ, 4 അബ്രോഡ് കാർ. ഇതൊന്നും കണക്കിലില്ല. അല്ല, ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ആംബുലൻസ് എന്തിനാണ് നിങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? അതിലാണ് സാർ ആപത്തെല്ലാം ഉണ്ടായത്. ആംബുലൻസിൽ ഇവൻ കൈ വെച്ചു, സാർ അതിൽ കാല് വെച്ചു. രാജേന്ദ്രൻ, മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ പിന്നെ നോക്കാം. ആംബുലൻസ് ഫസ്റ്റ് റിലീസ് ചെയ്യും. വിഷ്ണു, ഒരു ചായ വാങ്ങിച്ചാലോ? പോയി അവിടെ ചെന്ന് വാങ്ങി കുടിക്കേ. ഹലോ, സ്ഥലം എവിടെയാ? വാ. എടാ വൈകുണ്ടോ, നമുക്കൊരു ചായ കുടിക്കാം. വാ. ഇത് ആരുടെ ഒപ്പാണ്? ഇയാളെയൊക്കെ MM പാണ്ഡ്യനാർന്നാ ഒപ്പിട്ടിരിക്കുന്നത്. പള്ളിക്കൂടത്തിൽ പോകുന്ന കാലം തൊട്ടേ തുടങ്ങി എന്റെ സാർ. ഒന്നവിടെ വെച്ചെന്നുണ്ടല്ലോ. ഷട്ട് അപ്പ്. നന്ദി സാർ. 2 പാസ്പോർട്ട്, 2 ലൈസൻസ്, 2 വോട്ടർ ID. എന്താ ഇതൊക്കെ? നാരായണൻ എന്ന പേരിലൊന്ന്, മിനിസ്റ്റർ നാരായണൻ എന്ന പേരിലൊന്ന്. രാജേന്ദ്രൻ, യെസ് സർ. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ ഇദ്ദേഹം സൈൻ ചെയ്ത എല്ലാ ഫയലുകളും കളക്ട് ചെയ്തേക്കൂ. ഉടൻ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കൂ. ഏതിലെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടോ അതിലെല്ലാം കേസ് ചാർജ് ചെയ്തു. ഇതാ വന്നല്ലോ. ഇത്രയും നേരം കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. രാജേന്ദ്രൻ, ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകും. ഡോക്ടറെ അടുത്ത് കൂട്ടിട്ട് പോണം സാറേ, ഡോക്ടറെ അടുത്ത് കൂട്ടിട്ട് പോണം. സാർ, എന്നെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും സാർ. Sit down. പിന്നെയും കണ്ടുപിടിച്ചു. എന്തൊക്കെ ബോഡി ലാംഗ്വേജ് ചെയ്തിട്ടും ഒരു കാര്യമില്ലല്ലോ. സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഇയാൾക്കും നെഞ്ചുവേദന വന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സൂം ചെയ്യുക. നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ. അലമേലോ, നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്ക്. മന്ത്രി നാരായണൻ നെഞ്ചുവേദന കാരണം റൈറ്റിലോട്ട് പിടിച്ചേക്കുക, പക്ഷേ നെഞ്ച് ലെഫ്റ്റിലാണ്. നിങ്ങൾ റെഡ് സർക്കിൾ ഇട്ട് മക്കൾക്ക് അത് കാണിക്കണം. അലമേലോ, ഞാൻ ഇനി ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അടുത്തിരിക്കുന്ന പോലീസുകാർ ആരും അവരെ നോക്കുന്നില്ല. സൂക്ഷിച്ചു കൊണ്ടുപോണേ സാർ. ഇപ്പൊ എന്റെ കയ്യെഴുത്ത് ഞാനേ ഇട്ടോളാം സാറേ. വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജനങ്ങളോട് നന്ദി കാണിക്കൂ സാർ. സാർ, യെസ്. ഞാൻ എൻ്റെ ഇലക്കട ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. എന്നെ ഇവിടെ മുഴുവൻ ഇരുത്തിച്ച് എൻ്റെ ഇല മുഴുവനും ഉണക്കി കളഞ്ഞല്ലോ സാർ. നിങ്ങൾ നന്നായി സഹകരിച്ചു രാമൻ. വീണ്ടും കാണാം. പിന്നെയും കാണാന്നോ? എന്താ അമ്മാവാ പറയടാ. നീ സാധാരണക്കാരനായിരുന്നപ്പോ അങ്ങനെ ഉണ്ടായിരുന്നോ? എന്ന് നീ കാശുകാരനായോ അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ എല്ലാരും ഒരു വഴിയാക്കി. അമ്മായി ഉണ്ടല്ലേ? അധ്വാനിച്ച കാശ് എന്നെ വിട്ട് എവിടേക്കും പോവില്ല. ഞാൻ പോയി ബാലാജി കടയിൽ മാവ് വാങ്ങിട്ട് വരാ. എല്ലാവർക്കും ദോശ ഒഴിച്ച് കഴിക്കാം. ശരി മരുമോനെ. എല്ലാം തുടച്ചെടുത്തതിന് ശേഷം മരുമകനെന്ന് വിളിക്കുന്നു.
ഇതോ മന്ത്രി നാരായണൻ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് പോകുന്നുണ്ട്. ആ പ്രസ് സാർ, പ്രസ്. ഓക്കെ, പ്രസ്സാണ്. അലമേലു, ആ തമിഴ് നീ ഒന്ന് എടുത്തേ. അഭിനയിക്കാണ് സാർ. എനിക്കും അറിയാം. കാലത്ത് ആ മരക്കട ബാബുവിൻ്റെ കേസിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും. വെയിറ്റ്. ഫോണി കൊടുക്കണം. അവൻ പോയി ഹോസ്പിറ്റലിൽ കിടന്ന് അവനെ വെറുതെ വിടുവോ? ഒരിക്കലും വിടരുതവനെ. അവൻ്റെ കൂടാരുണ്ടാവുക. മുരുകൻ പേരിട്ട് ഒരുത്തരുണ്ട് സാർ. ആളെങ്ങനെയാ? നമ്മുടെ ആളുകൾ തന്നെയാ. അവനെ കൂട്ടിക്കൊണ്ടുവന്നേ. ഇയാളെ ഒരു ചാനൽ പോലും മാനിക്കുന്നില്ല. നമ്മൾ മാത്രം കഴിക്കാതെ ഇങ്ങനെ ഇയാളുടെ പുറകെ ചുറ്റുന്നത്. തമിഴ് എല്ലാവരും പോകുന്ന അതേ വഴി നമ്മൾ പോകാൻ പാടില്ലമ്മാ. അപ്പോളേ തനിച്ചറിയത്തുള്ളൂ. എല്ലാം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ഓട്ടോ അല്ലേ. ചായ കുടിക്ക്. പക്ഷെ ഒന്ന് പറയാൻ തമിഴ്, ഇയാൾ ഫ്രോഡാ. ഇതെങ്ങനെയെങ്കിലും വീഡിയോ ആധാരം എടുത്ത് ജനങ്ങളുടെ അടുത്ത് കാണിക്കണം. 15 വർഷത്തോളം നീ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ നിനക്ക് വേണ്ടി എന്താ ചെയ്ത്? അവൻ ഒന്നും ചെയ്യില്ല. അവൻ്റെ മനസ്സങ്ങനെയാ. രവി, ഈ നേരം തൊട്ട് മുരുകൻ സെക്രട്ടറി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കേസ് ഇട്ടിട്ടുണ്ട്. അതിൽ 3 കേസ് ഏറ്റവും പ്രധാനമാണ്. കുടുങ്ങിക്കഴിഞ്ഞാലേ ജന്മത്തിൽ പുറത്തു വരാൻ പറ്റില്ല. പുറത്ത് കാർ നിൽക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പണമുണ്ട്. എങ്ങനെയെങ്കിലും പുറത്തു വന്നേക്ക്. വേഗം വാ. അലമേലു, ലൈവ് ഓൺ ചെയ്ത് ദേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മന്ത്രി നാരായണൻ മാറുവേഷത്തി ഓടിക്കൊണ്ടിരിക്കുക. അയ്യോ, മരം പോലെ നിൽക്കില്ല, അയാൾ ഓടി. അലമേലു, ലൈവിലുണ്ടോ? ഐ ഗോട്ട് എ സെൻസേഷണൽ ഇഷ്യൂ. ലൈവ് ഓൺ ചെയ്യൂ. എന്റെ സ്വന്തം പ്രേക്ഷകരെ, ദേ എവിടെയും കാണാത്ത പുതിയ ന്യൂസ്. ചേട്ടാ പറഞ്ഞയച്ചു. രവി, നമ്മുടെ ആൾക്കാരോട് റെഡി ആയിട്ടിരിക്കാൻ. എന്റെ സ്വന്തം പ്രേക്ഷകരെ, മന്ത്രി നാരായണന്റെ മുഖം കാണിക്കാനായിട്ടുള്ള പോരാട്ടമാണ് ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് സൂം ചെയ്യും തമിഴ് തൊണ്ടി. അവർ നമ്മുടെ അടുത്ത് കുടുങ്ങാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും പുറകെ തന്നെയുണ്ട്. ഇവിടുന്ന് അവൻ പോകാൻ പാടില്ല. കണ്ടതും അവനെ തട്ടിക്കളയണം. ശരി, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ തീർത്താൽ ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾ അധികമായിട്ട് എവിടെ ഉണ്ട്, അയാൾ ആ വഴിയാണ് പോകുന്നത്. ഇതെല്ലാം റോങ് റൂട്ട് വൺവേയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അതിന്റെ പുറകെ വൺവേയിലാണ് പോകുന്നത്. പക്ഷെ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും മക്കൾക്ക് അറിയണമെന്നുള്ള ഒരേ കാരണം കൊണ്ടാണ്. അലമേലു, എന്റെ സ്വന്തം പ്രേക്ഷകരെ, മക്കളുടെ പണം റോങ് ആയിട്ട് യൂസ് ചെയ്താൽ ആരും നന്നായിട്ട് ഇരുന്നതായിട്ട് ഒരു ചരിത്രവും ഇല്ല.
എന്തായി പറയണ? ചേട്ടാ, ആംബുലൻസ് പുറപ്പെട്ടു. ആംബുലൻസിനെ പൊക്ക.